അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ കാവുമ്പടി റോഡിലെ ഓടയിലെ സ്ലാബുകൾ തകർന്ന് കുഴികളായിരിക്കുന്നത് അപകട ഭീഷണിയാകുന്നു. ദിനംപ്രതി സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന റോഡിലാണ് അപകടം പതിയിരിക്കുന്നത്. ദിനംപ്രതി സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന മൂവാറ്റുപുഴ കാവുമ്പടി റോഡിലെ ഓടയുടെ സ്ലാബുകൾ തകർന്ന കുഴികളായിരിക്കുന്നത് അപകട ഭീഷണിയാകുന്നു. കാവുമ്പടി റോഡിലെ വിവിധ ഇടങ്ങളിലാണ് സ്ലാബുകൾ തകർന്നു കിടക്കുന്നത്. പോലീസ് സ്റ്റേഷൻ, നഗരസഭാ കാര്യാലയം, ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളെ സമീപിക്കുന്നതിന് നിരവധി കാൽനട യാത്രക്കാരാണ് കാവുമ്പടി റോഡിനെ ആശ്രയിക്കുന്നത്. എന്നാൽ സ്ലാബുകൾ തകർന്നു കിടക്കുന്നത് അപകട ഭീഷണിയായി മാറുകയാണ്. സ്ലാബുകൾ പൊട്ടിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാതെത്തുന്ന കാൽനട യാത്രക്കാർ കുഴിയിൽ വീഴാനുള്ള സാധ്യതയേറെയാണ്. നഗരത്തിലെ ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി വൺ വേ സമ്പ്രദായം ഏർപ്പെടുത്തിയതോടെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി കാവുമ്പടി റോഡിലൂടെ സഞ്ചരിക്കുന്നത്. എന്നാൽ യാത്രക്കാരെ അപകട ഭീഷണിയിലാക്കി സ്ലാബുകൾ തകർന്നു കിടന്നിട്ടും ബന്ധപ്പെട്ട അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. നാളുകൾക്ക് മുൻപ് തടിലോട് മറിഞ്ഞതിനെ തുടർന്ന് ഓട തകർന്ന് വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നതും ഇതുവരെയും മൂടിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.